ഏവർക്കും +1 എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഔദ്യോഗികമായി ഫോക്കസ് ഏരിയ പബ്ലിഷ് ചെയ്തു. അതിൽ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഓൾറെഡി ഫോക്കസ് ഏരിയയുടെ ഒരു ക്വിക്ക് റിവ്യൂ നമ്മൾ നടത്തിയിരുന്നു മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന്റെ. എങ്കിലും ഒത്തിരി കുട്ടികൾക്ക് സംശയങ്ങളുണ്ട്. ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്, ഏതൊക്കെ പഠിക്കണ്ട എന്നുള്ള ഒരു ഡൗട്ട് പല കുട്ടികൾക്കുമുണ്ട്. അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഓരോ ചാപ്റ്ററിലും ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെ പോർഷനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഏതൊക്കെ പോർഷൻസ് ആണ് ഒഴിവാക്കിയിട്ടുള്ളതെന്ന് വിശദമായി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഫോക്കസ് ഏരിയയിലെ പോർഷൻസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അത് മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒത്തിരി കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ A+ അല്ലെങ്കിൽ ഫുള്ള് കിട്ടുമോ എന്നുള്ളത്. തീർച്ചയായും യാതൊരു സംശയം വേണ്ട. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും ഫുൾ മാർക്ക്. അതിന് മേളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചോയ്സ് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആൻസർ ചെയ്യാൻ പറ്റും ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ. ഇതിനു മുന്നേ നടന്ന ഫോക്കസ് ഏരിയ ബേസ് നടന്ന 2 എക്സാമിനേഷൻ, SSLC എക്സാമിനേഷൻ ആയാലും +2 എക്സാമിനേഷൻ ആയാലും ഇതേ ക്രൈറ്റീരിയ തന്നെയായിരുന്നു. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും ഫോക്കസ് ഏരിയയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഫോക്കസ് ഏരിയ പോർഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? സെറ്റ്സ്. ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും നമുക്ക് പഠിക്കുവാനുണ്ട്. ജസ്റ്റ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ നമ്പേഴ്സ് ശ്രദ്ധിക്കുക. സെറ്റ് എന്ന ചാപ്റ്ററിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് 1.2 സെറ്റ്സ് ആൻഡ് ദെയർ റെപ്രസെന്റേഷൻ. എന്താണ് സെറ്റ്, ഒരു സെറ്റിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം, അത് വളരെ ഭംഗിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും രണ്ടും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 1.6 സബ്സെറ്റ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ സബ്സെറ്റ്. ഇടയ്ക്ക് ഒരു 3 പോർഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ടൈപ്സ് ഓഫ് സെറ്റ്സ്, ഈക്വൽ സെറ്റ്സ്. അത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ല. സോ 1.6ൽ സബ്സെറ്റ് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം 1.10 ഓപ്പറേഷൻ ഓൺ സെറ്റ്സ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ്. അതാണ് 1.10ൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് മനസ്സിലാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് 1.11 കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ 1.11ൽ പഠിക്കുവാനുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് 1.12 പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. കാർഡിനാലിറ്റി ഓഫ് എ സെറ്റുമായി ബന്ധപ്പെട്ട ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് 1.12ൽ ഉള്ളത്. അതും വിശദമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് സെറ്റ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്നൊരു സംഗതി ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് അറിയണം. അതറിഞ്ഞാലേ നമുക്ക് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ആ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. അതുപോലെ വെൻ ഡയഗ്രാം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ വെൻ ഡയഗ്രാം അറിയാമെങ്കിൽ ഈ ഓപ്പറേഷൻ ഓൺ സെറ്റ്സും കാർഡിനാലിറ്റിയിലെ പല പ്രോബ്ലവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുള്ള 2 ചെറിയ പോർഷൻ, യൂണിവേഴ്സൽ സെറ്റും വെൻ ഡയഗ്രാം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എക്സാമിനേഷൻ ഒന്നും ചോദിക്കത്തില്ല, പക്ഷെ ആ ഐഡിയ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലെ തുടർന്നുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കാൻ സാധിക്കും. സോ സെറ്റ് എന്ന ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് ഉത്തമം. ജസ്റ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിലെ ആദ്യമുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്നൊരു പോർഷൻ ഉണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് പൂർണ്ണമായും ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് റിലേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന 2.3 പൂർണ്ണമായി പഠിക്കുക. എന്താണ് റിലേഷൻ, ഒരു റിലേഷനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെ? നമുക്കറിയാം റോസ്റ്റർ ഫോമിൽ എഴുതാം, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. ആരോ ഡയഗ്രാം യൂസ് ചെയ്തും ഒരു റിലേഷനെ റെപ്രസെന്റ് ചെയ്യാം. അതെല്ലാം പഠിക്കുക. ഒരു റിലേഷന്റെ ഡൊമൈൻ എങ്ങനെ എഴുതാം, എങ്ങനെ കണ്ടെത്താം, റേഞ്ച് എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ പ്രോബ്ലംസും ഈ 2.3ൽ ഉൾപ്പെടുന്നു. സോ റിലേഷൻസ് എന്ന പോർഷൻ ഫുള്ള് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നേരത്തെയുള്ള ഫോക്കസ് ഏരിയയിൽ 2.4 എന്നായിരുന്നു. ഇപ്പോൾ അതെങ്ങനെ മാറിയിട്ടുണ്ട്? 2.4.1. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2.3 എന്നൊരു ഹെഡിങ് ഉണ്ടെങ്കിൽ 2.3യുടെ സബ് പോർഷൻ ആയിട്ട് വരുന്ന 2.3.1, 2.3.2 ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ 2.4.1 എന്ന് പറഞ്ഞാൽ 2.4ന്റെ സബ് പോർഷൻ ആയിട്ട് വരുന്ന ഒത്തിരി പോർഷൻ ഉണ്ട്. അതിനകത്ത് 2.4.1 കാണും, 2.4.2 അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ മതി? 2.4.1 some standard functions and their graphs.
എന്താണ് ചില സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസും അവയുടെ ഗ്രാഫ്സും. അതാണ് 2.4.1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ 2.4ന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഈ ചാപ്റ്ററിൽ 2.3 റിലേഷൻസ് പൂർണ്ണമായി പഠിക്കുക. ഫംഗ്ഷൻസിൽ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് പഠിക്കുക. ഒപ്പം സം സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ആൻഡ് ദെയർ ഗ്രാഫ്സ്. അത്രയും പഠിച്ചാൽ മതി, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഈ ചാപ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് തുടക്കത്തിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റും അതുപോലെ ലാസ്റ്റിലുള്ള ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് 2.4.2 ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ വാല്യൂ ഓഫ് ഫംഗ്ഷൻ അതും ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ കുറച്ച് പോർഷൻസ് തീർച്ചയായും ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ നമുക്ക് നിലവിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഫോക്കസ് ഏരിയ കണ്ടപ്പോൾ ഒത്തിരി കുട്ടികൾ സന്തോഷിച്ചു. കാരണം ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ 2 പോർഷൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് എക്സസൈസും ലാസ്റ്റ് എക്സസൈസും മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കി കംപ്ലീറ്റ് പോർഷനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ, റേഡിയൻ മെഷർ, ഡിഗ്രി മെഷർ, അതുപോലെ ലെങ്ത് ഓഫ് ആൻ ആർക്ക്. ഇത് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് വേണ്ട, ഫസ്റ്റ് എക്സസൈസ് വേണ്ട. നെക്സ്റ്റ് ലാസ്റ്റ് എക്സസൈസ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്. അതുമായി ബന്ധപ്പെട്ട പോർഷൻ പൂർണ്ണമായും ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സപ്ലിമെന്ററി പോർഷൻ സ്വാഭാവികമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് പോർഷനും പഠിക്കേണ്ടതുണ്ട്. 3.3 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് മനസ്സിലാക്കുക, അതിന്റെ ഡൊമൈൻ, റേഞ്ച് മനസ്സിലാക്കുക, സം ആൻഡ് ഡിഫറൻസ് ഫോർമുല, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം വരും. 3.4 പ്രധാനമായും സം ആൻഡ് ഡിഫറൻസ് ഫോർമുലയാണ്. മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല അതും പഠിക്കേണ്ടതുണ്ട്. പല കുട്ടികളും ഈ 3.4 കണ്ടപ്പോൾ സം ആൻഡ് ഡിഫറൻസ് ഫോർമുല, അപ്പൊ അത് മാത്രം പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നുണ്ട്. തെറ്റ്. മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല, sin 2a, sin 3a, tan 2a, tan 3a, ഈ ഫോർമുലാസ് ഒക്കെ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഫസ്റ്റ് എക്സസൈസ് പൂർണ്ണമായി ഒഴിവാക്കാം, ലാസ്റ്റ് എക്സസൈസ് പൂർണ്ണമായി ഒഴിവാക്കാം. കാരണം അത് ഫോക്കസ് ഏരിയയിൽ ഇല്ല. ബാക്കിയുള്ള കംപ്ലീറ്റ് പോർഷൻസും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലോ ഓഫ് സൈൻ, ലോ ഓഫ് കൊസൈൻ, സപ്ലിമെന്ററി പോർഷൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വലിയ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ചാപ്റ്റർ നമ്പർ 4 പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിനകത്തുള്ള കംപ്ലീറ്റ് പ്രോബ്ലംസ് ഒറ്റ എക്സസൈസേ ഉള്ളൂ. അതിലെല്ലാ പ്രോബ്ലംസും വേണം എക്സെപ്റ്റ് ഇനിക്വാളിറ്റീസ്. ചില ഇനിക്വാളിറ്റീസ്, സ്റ്റാൻഡേർഡ് ഇനിക്വാളിറ്റീസ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. ഒരൊറ്റ എക്സസൈസ്, അതിലെ ലാസ്റ്റിലെ കുറച്ച് പ്രോബ്ലംസ് മാത്രം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ബാക്കി കംപ്ലീറ്റ് പോർഷനും പഠിക്കേണ്ടതുണ്ട്. ചാപ്റ്റർ നമ്പർ 5 കോംപ്ലക്സ് നമ്പേഴ്സ്. ഏറ്റവും അധികം പോർഷൻസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 5 കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇത് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് 5.3 ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡിഷൻ, ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എങ്കിലും ആ ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷൻ എന്താണ് കോംപ്ലക്സ് നമ്പർ, ആ കോംപ്ലക്സ് നമ്പറിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതുകൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫോക്കസ് ഏരിയയിൽ ഇത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് എക്സാമിനേഷന് പ്രോബ്ലംസ് ചോദിക്കുന്നത് ഈ 5.3 ബേസ് ചെയ്തായിരിക്കും. അതായത് മിക്കവാറും ഒരു കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. 1+i/1 - i represent the complex number in standard form a+ib. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അതോടുകൂടി കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് അനദർ സിമ്പിൾ ചാപ്റ്റർ, ചാപ്റ്റർ നമ്പർ 6 ലീനിയർ ഇനിക്വാളിറ്റീസ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് എക്സസൈസ് മാത്രം പഠിച്ചാൽ മതി. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് വിത്ത് 2 വേരിയബിൾസ്. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് വിത്ത് 2 വേരിയബിൾ. ലാസ്റ്റ് എക്സസൈസിലെ ഒരു പ്രോബ്ലം എക്സാമിനേഷൻ ചോദിക്കും. അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞു ചാപ്റ്റർ നമ്പർ 6. ജസ്റ്റ് 15 മിനിറ്റ്സ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. ജസ്റ്റ് 30 മിനിറ്റ്സ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന മറ്റൊരു ചാപ്റ്റർ ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. നെക്സ്റ്റ് ഒത്തിരി കുട്ടികൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉള്ള ഒരു ചാപ്റ്റർ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അതിൽ തന്നെ ഈ പെർമ്യൂട്ടേഷൻ ആണ് സാധാരണ കുട്ടികളെ ഒന്ന് കുഴപ്പിക്കുന്നത്. അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. 7.2 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഫസ്റ്റ് എക്സസൈസ് ഭംഗിയായി പഠിക്കുക. അത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് 7.4
കോമ്പിനേഷൻസ് അത് വിശദമായി പഠിക്കുക. അതിന്റെ പ്രോപ്പർട്ടീസ് ആയാലും അതിന്റെ വ്യത്യസ്തമായ പ്രോബ്ലംസ്, പ്രത്യേകിച്ച് കാർഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത് ഏത് പോർഷനാണ്? പെർമ്യൂട്ടേഷൻസ്. പക്ഷേ പെർമ്യൂട്ടേഷന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയും അതിന്റെ ഒരു തിയറിയും അറിഞ്ഞിരുന്നാൽ ഭാവിയിൽ നമുക്ക് പല സ്ഥലത്തും ഉപകാരപ്പെടും. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വലിയ പ്രാധാന്യമില്ല. ചാപ്റ്റർ നമ്പർ 8 ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിൽ ഒരൊറ്റ പോർഷൻ 8.2 ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് ചില സ്റ്റാൻഡേർഡ് എക്സ്പാൻഷൻസും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഫസ്റ്റ് എക്സസൈസ് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ തിയറം അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നെക്സ്റ്റ് ലോട്ടറി അടിച്ച ഒരു ചാപ്റ്റർ സീക്വൻസസ് ആൻഡ് സീരീസ്. ഒരു വലിയ ചാപ്റ്റർ ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിക്കാനുണ്ട്, ജോമെട്രി പ്രോഗ്രഷൻ, സം ഓഫ് സ്പെഷ്യൽ സീരീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിലവിൽ ആ ചാപ്റ്ററിൽ എന്ത് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ജസ്റ്റ് ജോമെട്രി പ്രോഗ്രഷൻ. അത് പൂർണ്ണമായി പഠിക്കുക. ജസ്റ്റ് 9.5 എന്ന് പറഞ്ഞ ആദ്യത്തെ സംഗതി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോർഷൻസ് പഠിക്കേണ്ടതുണ്ട്. ജോമെട്രിക് പ്രോഗ്രഷൻ. സോ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കി. അതുപോലെ സം ടു n ടേംസ് ഓഫ് സ്പെഷ്യൽ സീരീസ് അതും ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കി. സോ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് കൺഫ്യൂഷൻ ഉള്ള മറ്റൊരു സംഗതിയാണ് സ്ട്രൈറ്റ് ലൈൻസ്. ചാപ്റ്റർ നമ്പർ 10. എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, ഒത്തിരി കൺഫ്യൂഷൻ ആണ്. ആകപ്പാടെ 3 പോർഷൻ, അതും സബ് ഹെഡിങ് ഉള്ള പോർഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ആ ചാപ്റ്റർ ഏകദേശം മൊത്തത്തിൽ അറിഞ്ഞാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. എങ്കിലും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ പോർഷൻ പറയാം. 10.2.2 കണ്ടീഷൻ ഫോർ പാരലൽ ലൈൻസ് ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻസ്. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. അതാണ് ഈ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സ്ലോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ അറിയേണ്ടത്. അപ്പൊ എന്താണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് അറിയണം. അതാണ് 10.2.1 പറഞ്ഞിരിക്കുന്നത്. സോ 10.2.1 പഠിച്ചിട്ടേ നമുക്ക് 10.2.2 പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അതുപോലെ 10.3.5 വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. 6 ഫോമാണ് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ളത്. ഇതിൽ ഒരൊറ്റ ഫോം മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഇന്റർസെപ്റ്റ് ഫോം. നിങ്ങൾക്കറിയാം സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, നോർമൽ ഫോം, പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം, ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു ആക്സസ്, അങ്ങനെ ഒത്തിരി ഫോം ഉണ്ട്. അതിൽ ഇന്റർസെപ്റ്റ് ഫോം അത് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് 10.3.5. എന്നാൽ തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്നത് 10.4 ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. അതൊരു വലിയ പോർഷനാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് റെഡ്യൂസ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ നിന്ന് ജനറൽ ഇക്വേഷനിൽ നിന്ന് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക, ജനറൽ ഇക്വേഷനിൽ നിന്ന് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ 10.4 അതെല്ലാം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ ഇക്വേഷൻ തന്നാൽ അതിനെ നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഡിഫറെന്റ് ഫോംസ് ഓഫ് ലൈൻസിൽ എന്താണ് ജനറൽ ഇക്വേഷൻ തന്നിട്ട് നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് ഈ ഫോക്കസ് ഏരിയയിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് ഈ 10.4 കംപ്ലീറ്റ് പോർഷനും പഠിക്കുക. ഒത്തിരി കുട്ടികൾക്ക് കൺഫ്യൂഷൻ കാണും. സ്വാഭാവികമായിട്ട് ഈ പോർഷൻസ് പഠിക്കുമ്പോൾ തൊട്ട് മുന്നത്തെ പോർഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ ഈ ഹെഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് പഠിക്കുന്നതാണ് ഉചിതം. എങ്കിലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകൂ, പരീക്ഷയ്ക്കും എഴുതാൻ സാധിക്കൂ. So next chapter number 11 conic sections. കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 4 കോണിക് ആണ് പഠിക്കാനുള്ളത്. സർക്കിൾ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. സർക്കിൾ പഠിക്കേണ്ട, പൂർണ്ണമായും ഒഴിവാക്കാം. ഹൈപ്പർബോള പഠിക്കേണ്ട, പൂർണ്ണമായും ഒഴിവാക്കാം. ഇടയ്ക്കുള്ള പരാബോളയും എലിപ്സും പൂർണ്ണമായി പഠിക്കുക. ചുരുക്കി പറഞ്ഞാൽ ആ ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് സ്കിപ്പ് ചെയ്യാം, ലാസ്റ്റ് എക്സസൈസ് നമുക്ക് ഒഴിവാക്കാം. പരാബോളയും അതുപോലെ എലിപ്സും. എലിപ്സിൽ നിന്നായിരിക്കും ഈ വർഷത്തെ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. വിശദമായി പഠിക്കൂ, സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 12 ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി. ആ ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് പൂർണ്ണമായും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് എക്സസൈസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഇൻ സ്പേസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 12.3 ഡിസ്കസ് ചെയ്യുന്നത്. 12.4 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഈ 2 പോർഷനും മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്ഷൻ ഫോർമുല, മിഡ് പോയിന്റ് ഫോർമുല, സെൻട്രോയിഡ് തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് എക്സസൈസ് മാത്രം പഠിച്ചാൽ മതി ചാപ്റ്റർ നമ്പർ 12. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 13
ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. പ്ലസ് വണ്ണിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റ്സ്. 13.3. 13.4ൽ ലിമിറ്റ്സ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഉണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഹാപ്പി ആയല്ലോ? അതായിരുന്നു കുട്ടികൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉള്ള സംഗതി. സോ 13.4 എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് പോർഷനും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ലിമിറ്റ് എന്ന പോർഷനിൽ ലിമിറ്റ്സ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് പോർഷനും പഠിക്കേണ്ടതുണ്ട്. ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഡെറിവേറ്റീവ്സ്. ആ പോർഷൻ പൂർണ്ണമായും പഠിക്കുന്നതാണ് നല്ലത്. കാരണം പ്ലസ് ടുവിൽ ഒത്തിരി ചാപ്റ്റേഴ്സിൽ നമുക്ക് ആവശ്യമുള്ള ആശയങ്ങൾ വരുന്നത് ഈ ഡെറിവേറ്റീവ്സ് എന്ന പോർഷനിൽ നിന്നാണ്. സോ ഒരു കാരണവശാലും ഡെറിവേറ്റീവ്സ് പൂർണ്ണമായും ഒഴിവാക്കി പഠിക്കരുത്. സോ എങ്കിലും ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 13.5.1 ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. സം ഫോർമുല, ഡിഫറൻസ് ഫോർമുല, പ്രോഡക്റ്റ് ഫോർമുല, ക്വോഷ്യന്റ് ഫോർമുല, ഈ 4 ഫോർമുലയും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് 13.5.1ൽ വരുന്നത്. അത് പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് 13.5.2 ഡെറിവേറ്റീവ് ഓഫ് പോളിനോമിയൽസ് ആൻഡ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. അവിടെയും ഡെറിവേറ്റീവ് ഓഫ് പോളിനോമിയൽസ് മതി, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് വേണ്ട. സോ ഡെറിവേറ്റീവ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു എങ്കിലും ഈ ഡെറിവേറ്റീവ് എന്ന പോർഷൻ കംപ്ലീറ്റ് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഭാവിയിൽ അത് ഉപകാരപ്പെടും, യാതൊരു സംശയവുമില്ല. ചാപ്റ്റർ നമ്പർ 14 മാത്തമാറ്റിക്കൽ റീസണിംഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പോർഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. 2 പോർഷൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്ന് 14.3.1 നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എങ്ങനെ എഴുതാം, അതാണ് 14.3.1ൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് 14.5.1 കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന്റെ കോൺവേഴ്സ് എങ്ങനെ എഴുതാം, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന്റെ കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതാം. ഇത്രയേ ഉള്ളൂ. 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. അത് കിട്ടുന്നതിന് വേണ്ടി ഈ 2 പോർഷനും പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 15. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ കുട്ടികൾക്ക് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സ്, മീൻ ഡീവിയേഷൻ, എബൌട്ട് മീൻ, എബൌട്ട് മീഡിയൻ, ഇതൊക്കെ നമ്മുടെ സിലബസിലുണ്ട്. പക്ഷെ ഫോക്കസ് ഏരിയയിൽ അത് ഒഴിവാക്കി. ഫോക്കസ് ഏരിയയിൽ എന്ത് മാത്രമേ ഉള്ളൂ? 15.5 വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് മാത്രം പഠിച്ചാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ ലാസ്റ്റിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്നൊരു പോർഷൻ ഉണ്ട്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ആ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്ന ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് പ്രതീക്ഷിക്കാം. സോ ഈ ചാപ്റ്ററിൽ ജസ്റ്റ് എന്ത് അറിഞ്ഞിരുന്നാൽ മതി? വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ ആൻഡ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. 3 സബ് പോർഷൻസ് ആണ്. 16.4.2, 16.4.3, 16.4.4. കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് പഠിക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക, അതിന്റെ പ്രോബ്ലംസ് പഠിക്കുക. ഇത് ഭംഗിയായിട്ട് പഠിച്ചാൽ ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കും. ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഒഴിവാക്കിയിട്ടുള്ളത് എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് ഇവന്റ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് അതിന്റെയൊക്കെ തുടർച്ചയാണ് ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. ജസ്റ്റ് ആ തിയറി ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വലിയ പ്രാധാന്യമില്ല. എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ്. സോ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററും നമുക്ക് 1 മണിക്കൂറിന്റെ താഴെയുള്ള 1 മണിക്കൂർ സമയം കൊണ്ട് പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. കൊമേഴ്സ് മാത്തമാറ്റിക്സിന്റെ ഫോക്കസ് ഏരിയയും സയൻസ് മാത്തമാറ്റിക്സിന്റെ ഫോക്കസ് ഏരിയയും തമ്മിൽ 2 കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതായത് കൊമേഴ്സ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കാർഡിനാലിറ്റി, അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്സ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ സെറ്റ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് പഠിക്കേണ്ട ആവശ്യമില്ല. ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. പകരം അവർക്ക് മറ്റൊരു പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
കാരണം കൊമേഴ്സുകാർക്ക് കൂടുതൽ ആവശ്യമുള്ളത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതുകൊണ്ടാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, ഈ പോർഷൻസ് ഫോക്കസ് ഏരിയയിൽ അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സയൻസുകാർക്ക് അതില്ല. സോ ഈ രണ്ട് പോർഷനും മാത്രമാണ് വ്യത്യാസം. എന്താണ്? കൊമേഴ്സ് മാത്തമാറ്റിക്സുകാർ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കേണ്ട. 15ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ എന്ത് പഠിക്കണം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീഡിയനും എക്സ്ട്രാ പഠിക്കണം. ബാക്കി സയൻസുകാർ പഠിക്കേണ്ട എല്ലാ പോർഷനും നിങ്ങളും പഠിച്ചേ പറ്റൂ. ഫോക്കസ് ഏരിയയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നു മുതൽ ഫോക്കസ് ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കൂ. തീർച്ചയായും എക്സാമിനേഷന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ.